ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് താലോലം ആലോലം 101 താരാട്ടുപാട്ടുകളുണ്ട്. ഇതിൻ്റെ സമാഹരണം നടത്തിയിരിക്കുന്നത് എഡിറ്റിംഗ് നടത്തിയിരിക്കുന്നത് ABV കാവിൽപ്പാട്. അദ്ദേഹം ബാലസാഹിത്യത്തിൻ്റെ കാര്യത്തിലായാലും കഥകളുടെ കാര്യത്തിലായാലും പുസ്തക എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിലായാലും ഒക്കെ വളരെയേറെ നൈപുണ്യമുള്ള, വായനക്കാരുടെ ഇടയിൽ ചിരകാലമായിട്ട് നിലകൊള്ളുന്ന, മനസ്സിൽ നിലകൊള്ളുന്ന ഒരു വ്യക്തി കൂടിയാണ് വേണു വി എന്ന് പറയുന്നത്. അതുപോലെ പാപ്പച്ചൻ കടമ്മക്കുടിയും ഒട്ടും പിന്നിലല്ല, ബാലസാഹിത്യത്തിൽ തന്നാലാകുന്നത് അത്രയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിലെ പൂർവ്വസൂരികൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ ഒരുപാട് താരാട്ടുപാട്ടുകൾ എഴുതപ്പെട്ട വ്യക്തികളുടെ ഫോട്ടോയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അതൊരു സ്മൃതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഇതിലെ പ്രധാന എഴുത്തുകാർ നോക്കുക, കാണാൻ കഴിയുന്നുണ്ടാവും. എല്ലാവരും കേമന്മാരാണ്. അതിൽ ഒട്ടും കേമനല്ലാത്ത ഞാനും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പുസ്തകത്തിൽ ഒരു താരാട്ടുപാട്ട് എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രധാന പോരായ്മയായിട്ട് നമുക്ക് കാണാവുന്നത്. താഴെയുണ്ട്, അന്ന് എന്നോടൊരു താരാട്ടുപാട്ട് വേണമെന്ന് ശിവൻ സുധാലയം ആവശ്യപ്പെട്ടപ്പോൾ അങ്ങനെ ഞാൻ അയച്ചു കൊടുത്തതാണ്. അപ്പോൾ ഒരുപാട് പ്രഗത്ഭരായ എഴുത്തുകാർ ഇതിൽ തങ്ങളുടേതായ താരാട്ടുപാട്ടുകൾ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളായിരിക്കും മിക്കവാറും എല്ലാവരും. ആലോലം താലോലത്തിലെ എഴുത്തുകാരാണ്. 101 എണ്ണം ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ 101 പേരും ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവരെല്ലാം നിങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച എഴുത്തുകാരുമാണ്. അപ്പോൾ നമുക്ക് അതിലെ എഡിറ്റിംഗ് സമാഹരണം നടത്തിയിട്ടുള്ള വ്യക്തികളെ കാണാൻ പറ്റും. പാപ്പച്ചൻ കടമ്മക്കുടിയും അതുപോലെ വേണുവിയും ഇതിൽ കാണാൻ പറ്റും. വേണുവില്ല കോളിസേന. വളർന്ന് 101 ആളുകൾ ഇതിൽ എഴുതിയിട്ടുണ്ട്. 101 പ്രഗത്ഭരായ എഴുത്തുകാരുടെ താരാട്ടുപാട്ടാണ്. അതിലെ പൂർവ്വസൂരികളുടെ രചനകൾ എന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് 8 എണ്ണം. അതിൽ ഇരയിമൻ തമ്മിയുണ്ട്, ഉള്ളൂരുണ്ട്, എസ് പരമേശ്വരൻ നായർ, കുട്ടമത്ത് കുഞ്ഞികൃഷ്ണക്കുറുപ്പ്, കുമാരനാശാൻ, ചെറുശ്ശേരി, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, പൂന്താനം നമ്പൂതിരി, വള്ളത്തോൾ നാരായണ മേനോൻ, ഇവരൊക്കെ ഇത് ബാലസാഹിത്യമല്ല, താരാട്ടുപാട്ടാണ്. നമ്മുടെ മനസ്സിൽ എന്നും ഉള്ളതാണ്. രമൻ തമ്പിൻ്റെയും ചെറുശ്ശേരിയുടെയും തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെയും ഒക്കെ ഈ താരാട്ടുപാട്ടുകൾ പാടിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, അമ്മമാരെ ഉറക്കിയിട്ടുള്ളത്. അതായത് തലമുറകളായി കൈമാറിപ്പോന്നിട്ടുള്ള താരാട്ടുപാട്ടുകളുടെ എഴുത്തുകാരും അറിയപ്പെടുന്ന സാഹിത്യകാരന്മാരും തങ്ങൾ ഒക്കെ അവരെല്ലാം അക്ഷരങ്ങളാണ് തീർച്ചയായിട്ടും. അതിൽ ബാക്കിയുള്ള ആളുകൾ, മറ്റ് രചയിതാക്കൾ പേര് പറയുന്നില്ല, ഒരുപാടുണ്ട്. ഞാനുൾപ്പെടെയുള്ള ആളുകൾ ഇതിലുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെയും കവിത താരാട്ടുപാട്ട് വായിക്കാൻ എനിക്ക് കഴിയില്ല. അപ്പോൾ നമുക്കിതിൽ എനിക്കത് താരാട്ടുപാട്ടായിട്ട് തോന്നിയിട്ടുമില്ല. അപ്പം നമ്മൾ ഏറ്റവും
ഇതിലേതായാലും നമുക്ക് എന്ത് ചെയ്യാന്നറിയും, ഒരെണ്ണം നമുക്ക് എന്തായാലും വായിക്കണം. ഒരു 101 ഉണ്ട്. എനിക്കാണെങ്കിൽ ഈ താരാട്ട് പാട്ടൊന്നും പാടി പരിചയമൊന്നുമില്ല. അതിൽ നമ്മളിന്ന് എടുക്കുന്ന റെജി മലയാളപ്പുഴ. അന്തിനിലാവേ വാവാവോ പൊന്തി വരുന്നു പകൽ വെട്ടം. അന്തിനിലാവേ വാവാവോ പൊന്തി വരുന്നു പകൽ വെട്ടം. ചന്തമെഴുന്നൊരു പൂവിതളെ ഉണ്ണിക്കൊമ്പിൽ വാവാവോ. ചന്തമെഴുന്നൊരു പൂവിതളെ ഉണ്ണിക്കൊമ്പിൽ വാവാവോ. മഞ്ഞളരച്ചു കുളിച്ചവളെ മഞ്ഞക്കിളിയേ വാവാവോ. മഞ്ഞളരച്ചു കുളിച്ചവളെ മഞ്ഞക്കിളിയേ വാവാവോ. കരുമുകിലാന കളിച്ചവനെ തുമ്പിക്കൈയിൽ വാവാവോ. തുമ്പിക്കൈയിൽ വാവാവോ. കുയിലേ കുയിലേ കൂക്കൂ കൂട്ടിലിരിക്കൂ വാവാവോ. പാലിറാമുള്ളൊരു പ്രാവം മേ കുറു 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 വാവാവോ. നേരം താതിരയായല്ലോ കുഞ്ഞിക്കുട്ട വാവാവോ. കുഞ്ഞിക്കുട്ട വാവാവോ. തൊട്ടിലാടി രസിക്കാലോ. തൊട്ടിലാടി രസിക്കാലോ കുഞ്ഞിക്കുട്ട വാവാവോ. കുഞ്ഞിക്കുട്ട വാവാവോ. കണ്ണു അടഞ്ഞു കിടന്നോട്ടെ സ്വപ്നം കാണാ വാവാവോ. കണ്ണു മടച്ചു കിടന്നാട്ടെ സ്വപ്നം കാണാ വാവാവോ. നേരം പാതിരയായല്ലോ കുഞ്ഞിക്കുട്ട വാവാവോ. അന്തിനിലാവേ വാവാവോ. അന്തിനിലാവേ വാവാവോ. ഇത് നന്നായിട്ടുണ്ട്. ആലോലം കാലാലത്തിലെ റെജി മലയാളപ്പുഴയുടെ ഈ ചെറിയ താരാട്ട് പാട്ട്. പിന്നെപ്പം എൻ്റേത് അങ്ങനെയൊന്നും വായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എൻ്റേത് ഇവിടെ എഴുതുന്നുണ്ട്. നോക്കട്ടെ എത്രാമതായിട്ടാണ് കൊടുത്തത് നോക്കട്ടെ. കുട്ട 78. ശിവദാസൻ മുക്കത്തിൻ്റെ താരാട്ടുപാണ്ട്. രാരീരം രാരീരം പാടിയുറക്കാം എന്നുണ്ണി പൊന്നുണ്ണി കണ്ണനെ ഞാൻ. രാരീരം രാരീരം പാടിയുറക്കാം എന്നുണ്ണി പൊന്നുണ്ണി കണ്ണനെ ഞാൻ. കണ്ണൻ്റെ കണ്ണിലുറങ്ങുന്ന സൂര്യൻ അമ്പിളി പോലെ വിളങ്ങുന്നു. കണ്ണൻ്റെ കണ്ണിലിറങ്ങുന്ന സൂര്യൻ അമ്പിളി പോലെ വിളങ്ങുന്നു. വാർമുഖത്തിലൊരു തേൻപുഴയൊഴുകി
വാർമുഖത്തിങ്കലൊരു തേമ്പുഴയൊഴുകി കള്ളപ്പുഞ്ചിരി തിളങ്ങി. വാവാവോ വാവാവോ വാർമുഖത്തിലൊരു തേൻപുഴയൊഴുകി കള്ളപ്പുഞ്ചിരി തിളങ്ങി. വാവാവോ അമ്മാതൻ വാത്സല്യ പുതുമുത്തായി, അമ്മതൻ വാത്സല്യ പുതുമുത്തായി, കവിളിലൊരുമ്മയായി നീയുറങ്ങൂ. അമ്മതൻ വാത്സല്യമുത്തായി, കവിളിലൊരുമ്മയായി നീയുറങ്ങൂ. കണ്ണൻ്റെ കുറു നിരപ്പല്ലുകൾ പൂമുല്ല പോലെ മിനുങ്ങുന്നുണ്ടേ. കണ്ണൻ്റെ കുറുനിരപ്പല്ലുകൾ പൂമുല്ല പോലെ മിനുങ്ങുന്നുണ്ടേ. മുത്തശ്ശിയമ്മയുടെ മുത്തുറങ്ങ് പൊന്നോമന കണ്ണനുറങ്ങുറങ്ങ്. മുത്തശ്ശിയമ്മയുടെ മുത്തുറങ്ങ് പൊന്നോമന കണ്ണനുറങ്ങ്. അച്ഛനു തണലായി വളരേണം, അമ്മയ്ക്ക് തുണയായിരിക്കണം. അച്ഛനു തണലായി വളരേണം, അമ്മയ്ക്ക് തുണയായിരിക്കണം. പാടി ഉറക്കാം ഞാനാരോമലേ താളത്തിലാടെൻ്റെ പൊൻകുടമേ. പാടി ഉറക്കാം ഞാനാരോമലേ താളത്തിലാടെൻ്റെ പൊൻകുടമേ. പൊന്നോമനെ കണ്ണനുറങ്ങുറങ്ങ്, നീ എൻ്റെ വാത്സല്യത്തൻ കുടമല്ലേ. രാരിരം രാരിരം പാടി ഉറക്കാം താളത്തിലാടെൻ്റെ പൊൻകുടമേ. പൊന്നോമനെ കണ്ണു കണ്ണനുറങ്ങുറങ്ങ്, നീ എൻ്റെ വാത്സല്യത്തോൻ കുടമല്ലേ. നീ എൻ്റെ വാത്സല്യത്തൻ കുടമല്ലേ. രാരിരം രാരിരം പാടി ഉറക്കാം എന്നുണ്ണി പൊന്നുണ്ണി കണ്ണനല്ലേ. ഞാൻ കണ്ണൻ്റെ കണ്ണീരിറങ്ങുന്ന സൂര്യൻ. രാരിരം രാരിരം പാടി ഉറക്കാം എന്നുണ്ണി പൊന്നുണ്ണി കണ്ണനല്ലേ. ഞാൻ കണ്ണൻ്റെ കണ്ണീരിറങ്ങുന്ന സൂര്യൻ. അമ്പിളി പോൽ വിളങ്ങും വാർമുഖത്തിലൊരു തേൻപുഴയൊഴുകി. വാർമുഖത്തിലൊരു തേൻപുഴയൊഴുകി കള്ളപ്പുഞ്ചിരി തിളങ്ങി. വാവാവോ വാവാവോ രാരിരം രാരിരം പാടി ഉറക്കാം എന്നുണ്ണി പൊന്നുണ്ണി കണ്ണനെ ഞാൻ. നമസ്കാരം. ഈ പുസ്തകം എല്ലാവരും കൈപ്പറ്റുക. അതിൻ്റെ വില വളരെ കുറവാണ്. കാരണം ഈ 101 പേർക്ക് വേണ്ടി ഇറങ്ങിയതാണെങ്കിലും ഇതിന് പബ്ലിഷേഴ്സ് ഇട്ടിരിക്കുന്നൊരു വില ഉണ്ടാവും. 300 രൂപയാണ് പ്രൈസ്. 300 രൂപ. ആവശ്യക്കാരുണ്ടെങ്കിൽ ABV കവിൽപ്പാടുമായിട്ട് ബന്ധപ്പെട്ടാൽ കിട്ടും. നമസ്കാരം.